നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായക തെളിവുമായി റിപ്പോർട്ടർ ചാനൽ ലൈവ്. അത് ഇന്ന് രാവിലെ ഞെട്ടിപ്പോയി. റിപ്പോർട്ടർ ചാനൽ ഓരോ ഭാഗങ്ങളായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, പൾസർ സുനി തുറന്നു പറയുന്ന കാര്യങ്ങൾ, പൾസർ സുനി അറിയാതെ ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പുലിയായിട്ട് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ഇനിയെങ്കിലും ഈ പറയുന്ന ദിലീപ് ഉള്ളയിലാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഇതിനകത്ത് വളരെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ നടിയെ ആക്രമിച്ചപ്പോൾ ഞാൻ എന്തുകൊണ്ട് നടിയെ ആ രീതിയിൽ ചെയ്തില്ല, അത് ചെയ്യാത്തതിന് കാരണം എനിക്കൊരു കാമുകിക്ക് കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു, വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നടിയെ അങ്ങനെ ചെയ്യാത്തത്. എന്താ ചെയ്യാത്തതെന്ന് പറയുന്നില്ല. അതുമല്ല, 1.5 കോടി രൂപയായിരുന്നു എന്റെ കൊട്ടേഷനായിട്ട് ദിലീപ് എനിക്ക് തന്നത്. അതിൽ ഇനി ഏതാണ്ട് 70 ലക്ഷം രൂപ ഞാൻ കൈപ്പറ്റി പല അവസരങ്ങളിലായി, ഇനി എനിക്ക് വീണ്ടും ഒരു 80 ലക്ഷം രൂപ വരെ തരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അതുമല്ല ഞെട്ടിക്കുന്ന കുറെ അതിന്റെ മെമ്മറി കാർഡിന്റെ പകർപ്പാണ് ഞാൻ അഭിഭാഷകയ്ക്ക് കൊടുത്തത്. അതിന്റെ ഒറിജിനലും അതിന്റെ ഫോണും ഒക്കെ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. അതിനും അപ്പുറം മറ്റൊരു വെളിപ്പെടുത്തൽ മാത്രമല്ല, ഈ ഒരു സംഭവമില്ലേ, ഈ പറഞ്ഞ സംഭവമൊക്കെ ദിലീപ് എന്ന് പറയുന്ന മാറി തന്നെ പറയാം. ഞാൻ ഇങ്ങനെയുള്ളവർ അങ്ങനെയൊക്കെ വിളിക്കുന്നത്. അവൻ എന്ത് ചെയ്തു, ഇതിനെ ഒരു പടമായിട്ട്, ഇതിനൊരു സിനിമയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചു. അതായത് ഒരു സിനിമ എടുത്തിട്ട് അതിന് നായകൻ അതിന് അവന്റെ നായക വേഷം എന്ന് പറയുന്നത് പൾസർ സുനിയായിട്ടാണോ ഇവൻ അഭിനയിക്കുന്നതെന്ന് അറിയത്തില്ല. അതുപോലെ അങ്ങനെ കുറെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇതിലെല്ലാത്തിനും കാരണം ഈ പറയുന്ന ഈ നടി അവന്റെ കുടുംബജീവിതം തകർത്തു, മഞ്ജു വാര്യരുമായിട്ടുള്ള കുടുംബജീവിതം തകർത്തു, അതിനുള്ള പ്രതികാരമായിട്ടാണ് ഇത് ചെയ്തതെന്നും, ഈ പൾസർ സുനി ഇത് ആദ്യമായിട്ടല്ല ഈ സംഭവം ചെയ്യുന്നത്. ഈ ആക്രമിക്കപ്പെട്ട നടിയെല്ലാം അതിന് പല നടിമാരെയും ഇതുപോലെ ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്ത് അതൊക്കെ തേച്ചു മാറ്റി കളയും. അതൊക്കെ ദിലീപിന് അറിയാം. അങ്ങനെയാണ് ദിലീപ് എന്ത് ചെയ്തത്, ഇവൻ ഈ കൊട്ടേഷൻ കൊടുത്തത്. കുറച്ച് ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ കാണാം. ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, അതായത് നിങ്ങൾ ഈ ഒരു വിശ്വാസ്യത കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നിമിഷം ഇപ്പൊ റോഷിനാന്റെ അടുത്ത് ഇരിക്കണ ഈ നിമിഷം വരെ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാര്യങ്ങളൊന്നും പറയാനുള്ളത് അതിനകത്ത് പറയാം. അത് അങ്ങനെയാണ്. അതെന്റെ ഞാൻ പറഞ്ഞില്ലേ, അതായത് നിങ്ങളുടെ കണക്കിൽ പുള്ളി ചതിച്ചു. ആ ഒരു ഇത് ഞാൻ കീപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പുള്ളീനെ ഇപ്പൊ അത് അറിയാവുന്ന ഈ എന്റെ ഇത് സിനിമയാണല്ലോ, അത് അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് സിനിമ എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതും കൂടി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയും കുറെ ആൾക്കാർക്ക് ഉത്തരം പറയേണ്ടി വരും. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഇനിയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള ആൾക്കാരിൽ ചില ആൾക്കാർ എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ അവർക്കും പ്രശ്നമാവും. അല്ല, ഇവൻ ഇവിടെ പറയുന്നത് ഈ ദിലീപിനെ ഞാൻ ഇതുവരെ ചതിച്ചിട്ടില്ല. ചതിക്കാത്തതിന്റെ പ്രധാന കാരണം, ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ പലതും കൂടി പറയേണ്ടതായിട്ട് വരും, അത് വേറെ പലർക്കും പ്രശ്നമായി തീരും എന്നുകൊണ്ടാണ് പറയുന്നത്. ഇനി അതെന്താണെന്നുള്ളത് പിന്നീട് അവൻ പറയുന്നുണ്ട്. അത് നമുക്ക് അപ്പോൾ കേൾക്കാം. ഇനിയും പിന്നെ പൾസർ സുനി വേറെയും പലരെയും ഇതുപോലെ ആക്രമിക്കുന്നു. 5 പേര് പോലീസിന് മൊഴി കൊടുത്തു. പൾസർ സമാധാനമായ രീതിയിൽ, പക്ഷെ അതെല്ലാം സെറ്റിൽ ചെയ്തു. ശരിയാണ്. അപ്പൊ അത് പക്ഷെ അവര് പരാതിയില്ല. അവര് പറഞ്ഞു, പോലീസ് പറഞ്ഞു സന്ധ്യയോടാണ് തോന്നുന്നു അന്ന് കുറെ 4 പേര് പറഞ്ഞു. അപ്പൊ അന്ന് പക്ഷെ ദിലീപാണ് അല്ല വേറെ ആൾക്കാരാണ്. അപ്പൊ അതാണ് നിങ്ങൾ ഇനിയും പറഞ്ഞാൽ പലരും പറയാനുള്ള അവർക്ക് അത് ദിലീപല്ല. അപ്പൊ പുള്ളിക്ക് അങ്ങനെ അറിയാവുന്നതുകൊണ്ടാണ് പുള്ളിക്ക് ഇതിനകത്ത് നടക്കുന്ന മൊത്തം അറിയാം. ആരും പറയില്ലെന്ന്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എല്ലാവരും ആരും കൊണ്ടില്ല. നിലനിൽപ്പാണ് പ്രധാന കാര്യം. പിന്നെ പറയും ആ നിലനിൽപ്പ് സ്വന്തം കയ്യിലായി. റോഷി ചേട്ടൻ തന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം റോഷി ചേട്ടൻ. എനിക്കൊരു അറിയേണ്ട റീമയൊക്കെ പറയും പോലെ അങ്ങോട്ട് പറയും. റീമയെ പോലുള്ള ചിലവര് മാത്രമേ ഇത് പറയത്തുള്ളൂ എന്നാണ് ഈ പൾസർ സുനി പറയുന്നത്. ഇവിടെ മറ്റൊരു കേസ് നിങ്ങൾ മനസ്സിലാക്കണം. 1, 2 അല്ല 5 പേരെ ഇതിനു മുമ്പ് പീഡിപ്പിച്ചിട്ടുണ്ട്. ഈ 5 പേരെയും ഇവരെന്ത് ചെയ്തു, സെറ്റിലാക്കി എന്നാണ് പൾസർ സുനി ഇതിനകത്ത് പറയുന്നത്. ഈ സംഭവങ്ങളെല്ലാം ആർക്കറിയാമായിരുന്നു? ദിലീപിന് അറിയാമായിരുന്നു. ഇന്ന് ഈ ആക്രമിക്കപ്പെട്ട സ്ത്രീ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട ഈ നടി പരാതി കൊടുത്തില്ലായിരുന്നു എങ്കിൽ ഇതൊരു പരമ്പരയായിട്ട് തന്നെ നടക്കുമായിരുന്നു എന്നുള്ളത്. അതുമല്ല, ഈ ആക്രമണം നടന്ന സമയത്ത് ഈ പറയുന്ന ഇവരുടെ ഈ പറയുന്ന ബലാത്സംഗ സീനിലൊക്കെ ഷൂട്ട് ചെയ്യണം. 3-4 പ്രാവശ്യം ഷൂട്ട് ചെയ്യുന്ന പറയുന്നത്. 3-4 പ്രാവശ്യം ഷൂട്ട് ചെയ്യുക. അതായത് ഈ നടിയുടെ ആഗ്രഹത്തോടു കൂടി, ബലാത്സംഗമാണെന്ന് അറിയാൻ പാടില്ല, നടിയുടെ ആഗ്രഹത്തോടു കൂടി ഈ സാധനം ചെയ്യുന്നതായിട്ട് ഷൂട്ട് ചെയ്യണം. അങ്ങനെ 3-4 പ്രാവശ്യം ഷൂട്ട് ചെയ്യുന്ന ഇവൻ പറയുന്നത്. ബാക്കി
തുടർന്ന് അയാൾ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇനി വരുന്നൊരു ഭാഗത്ത് അയാളെ വെച്ച് ഇതേ കാര്യം ഒരു സിനിമയായി ദിലീപിനെ തന്നെ നായകനാക്കി അവതരിപ്പിക്കലായിരുന്നു അയാളുടെ ഉദ്ദേശം എന്നാണ് പൾസർ സുനി പറയുന്നത്. ടി ബി മിനി, അയാൾ എന്തുകൊണ്ട് ഈ വിക്ടിമിനെ കൊന്നില്ല? ഈ വിക്ടിമിനെ അവർക്ക് ചെല്ലേണ്ട സ്ഥലത്തേക്ക് അവസാനം ഇതിനു ശേഷം കൊണ്ടുപോയി വിട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിക്ക് മുന്നേ പല പല ഘട്ടങ്ങളിൽ പല സ്ത്രീകളോട് ഇതുപോലുള്ള ആളുകൾ സിനിമാ മേഖലയിൽ ചെയ്തിട്ടുണ്ട്. അവരാരും ഒരു കംപ്ലൈന്റിന് പോയിട്ടില്ല. അതുകൊണ്ട് ഇതും കംപ്ലൈന്റ് ഇല്ലാതെ പോകുമെന്ന് അവർ കരുതിയിട്ടുള്ളത് കൊണ്ടാണ് അവിടെ കൊണ്ടുപോയേക്കണം. അല്ലെങ്കിൽ ആ കുട്ടീനെ കൊന്നുകളഞ്ഞാൽ അവര്. മാത്രമല്ല ഒരു കാര്യം കൂടി ടി ബി മിനി ഈ പൾസർ സുനി പറയുന്നുണ്ട്. ഒരുപക്ഷെ അത് പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ടി ബി മിനിക്ക് അറിയാം. പിന്നെ പറയുന്ന മറ്റൊന്നുമല്ല, ഈ പറയുന്ന എന്തുകൊണ്ട് ഇവളെ കൊന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് കൊല്ലാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തു പറയില്ല എന്നൊരു പലരെയും ഇതുപോലെ ചെയ്തിട്ട് വക്കീലാണ് പറയുന്നത്. അതെന്താണ്, പലരും ഇതിനു മുമ്പ് ചെയ്ത് അവരാരും കേസുമായിട്ട് മുന്നോട്ട് പോയില്ല. അതുകൊണ്ട് എവരും എന്ത് ചെയ്തില്ല, ഈ പറയുന്ന നടിയും കേസുമായിട്ട് മുന്നോട്ട് പോകത്തില്ല എന്നൊരു വിശ്വാസം കൊണ്ടാണ് ഈ പറയുന്ന നടിയെ കൊല്ലാതിരുന്നത്, അല്ലെങ്കിൽ കൊന്നുപോയതിന്. അതുമല്ല, മറ്റൊരു കേസ് പറയുന്നുണ്ടല്ലോ, ദിലീപ് ഈ രംഗങ്ങൾ വെച്ച് ഇത് വെച്ചൊരു പടമായിട്ട് എടുത്ത് അവിടെ ദിലീപ് എന്ത് ചെയ്യണം, നായകനായിട്ട് അഭിനയിക്കുമ്പോൾ ഇത്രയ്ക്ക് ദുഷ്ടനാണ്. ഇതിനെ എന്ത് ചെയ്യണം, ഇതിനൊരു പടമായിട്ട് സജ്ജീകരിച്ച് അവിടെ ദിലീപ് നായകനായിട്ട് പിന്നീട് വേഷമിട്ട ഒരു ചിത്രം എടുക്കാനായിരുന്നു ദിലീപിന്റെ പരിപാടി. അതായത് പൾസർ സുനിയുടെ വേഷം ദിലീപ് കിട്ടുമായിരിക്കും. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നത്. തുറന്നു പറയുന്ന ഒരു ഭാഗം, ഈ അതിക്രമം നടക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ ആ നടിയെ ആക്രമിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നത്, അതെനിക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നത് ഞാൻ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു, അവൾക്ക് കൊടുത്തൊരു വാക്കായതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നത്. എന്നാൽ അതിക്രൂരമായി കുട്ടി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ പൾസർ സുനി. ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നത് ഈ പറയുന്ന പൾസർ സുനിക്ക് ഒരു കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകിക്ക് കൊടുത്ത വാക്ക് മാത്രമാണ് ഞാൻ മറ്റ് ചില കാര്യങ്ങളും ഈ പറയുന്ന നടിയെ കൊണ്ട് ചെയ്യിക്കാതിരുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. എന്തൊക്കെ അവിടെയൊക്കെ ഈ പറയുന്ന നമ്മുടെ അരുൺകുമാറിന് അത് പറയാനൊരു മടിയുണ്ട്. അത് എങ്ങനെ നമുക്ക് ഊഹിക്കാം എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം അവിടെ ചെയ്തിട്ടുള്ളത്. 3-4 പ്രാവശ്യം പിന്നെ പീഡിപ്പിക്കുന്നു. അതെന്ത് ചെയ്യുന്നതിന്റെ എന്ന് വെച്ചാൽ ഈ പറയുന്ന അല്ലെങ്കിൽ തന്നെ കൊന്നു കളയും എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇവള് പൈസ കൊടുക്കാന്ന് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് 70 രൂപ വേണം തരാം എന്ന് പറഞ്ഞിട്ട് ഇവര് പിന്നെ എന്ത് ചെയ്തു, കേൾക്കുന്നില്ല. അപ്പൊ ഈ പൾസർ സുനി പറയുന്നത് അന്ന് ആ പൈസ വാങ്ങിച്ചെങ്കിൽ ഞാൻ ഈ കേസിൽ പെടില്ലായിരുന്നു. അതുപോലെ ഈ മെമ്മറി കാർഡ് ഞാൻ എന്റെ സ്വന്തം അഭിഭാഷകയിൽ കൊടുത്തു, അഭിഭാഷക കൊണ്ട് പോലീസിൽ ഏൽപ്പിച്ചതാണ് ഞാൻ ഉള്ളിലാവാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഈ പറയുന്നത് ഈ മെമ്മറി കാർഡും ഈ ഫോണും ഒക്കെ ഇവന്റെ കയ്യിലുണ്ട്. അതായത് എവിടെയാണെന്ന് അവൻ അതിനകത്ത് പറയുന്നില്ല. അതുകൊണ്ട് ഇത് അവസാനം ഇത് പുറത്തു വരും എന്നുള്ള സ്ഥിതിയിലേക്കാണ് ഇത് പോകുന്നത് എനിക്ക് മനസ്സിലായി. കാരണം ഈ ഇത്രയും പേര്, അതായത് ഇതിന്റെ കോപ്പി ഇവിടെ ഇരിക്കുന്നു, അവന്റെ മെമ്മറി കാർഡ് ഉണ്ട്, ദിലീപിന് മറ്റേ ബാലചന്ദ്ര കുമാർ എന്ന് പറഞ്ഞിട്ടുണ്ട്, സംവിധായകൻ ബാലചന്ദ്ര കുമാർ എന്താ പറഞ്ഞത്, ദിലീപിന്റെ ഒരു കോപ്പി കിട്ടിയിട്ടുണ്ട്, ദിലീപ് ഇത് കണ്ടിട്ടുണ്ട്, പലയിടത്തും യവന്റെ ഇരിപ്പുണ്ട്. അവസാനം ഗതികെട്ട് വരുമ്പോൾ യവൻ ഇത് പുറത്തു വിടും. എനിക്ക് അങ്ങനെ തോന്നുന്നു ഇത് ലാസ്റ്റ് ഇത് പുറത്തു വരും എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. എന്തായാലും ഈ പറയുന്ന നടി പിന്നീട് കാണിച്ചത് ഏറ്റവും വലിയ, നമുക്ക് എന്താ പറയുക, എന്തോ ആയിക്കോട്ടെ, എന്ത് പുറത്തു വന്നാലും എന്തോ ആയിക്കോട്ടെ, നടിയുടെ അനുവാദത്തോടെ ഒരാളെ ബലാത്സംഗം ചെയ്തപ്പം അല്ലാതെ നമ്മൾ ചെയ്തതാണെങ്കിൽ ശരി, ഓക്കെ, ജനങ്ങൾ ആ രീതിയിൽ. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ജനങ്ങളെല്ലാം മൊത്തം ഒന്നടങ്കം ഈ പറയുന്ന നടിയുടെ കൂടെ തന്നെ, അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട അതിജീവിതയുടെ കൂടെ തന്നെയാണ്. മനസ്സിലായത്, ഒരു അവരുടെ സമ്മതം കൂടാതെ എടുത്ത ഒരു സീറ്റാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ആർക്കും വരാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന മെമ്മറി കാർഡ് പലരെയും ഉണ്ടെങ്കിൽ ഇത്രയും പേരിലേക്ക് അത് പല കോപ്പികളായിട്ട് പോയിട്ടൊക്കെ ഏതെങ്കിലും ഒരു ദിവസം ഇത് പുറത്തു വരും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ എന്തായാലും ഇനിയും ഓരോ ഭാഗങ്ങളായിട്ട് ഇവർ പുറത്തു കിട്ടിക്കൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന കുറെ ഭാഗങ്ങൾ പുറത്തുകൊണ്ട്, ഇനി ഇതിനെയൊക്കെ പിന്നെ കള്ളമാണ്, ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ ഒരാൾ വരും. ഞാൻ പറഞ്ഞാൽ ഈ പറയുന്ന രാഹുൽ ഈശ്വറിന്റെ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഇപ്പോഴും പല കാര്യങ്ങളിലുണ്ട് ഈ ഒരു കാര്യത്തിൽ ദിലീപിന് വേണ്ടിയിട്ട് പൈസ വാങ്ങിച്ചത്, ഈ രാഹുൽ ഈശ്വർ പലപ്പോഴും പൈസ വാങ്ങിച്ചിട്ട് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയിട്ട്. അതുപോലെ ദിലീപിന്റെ കേസിൽ തന്നെയാണ് ഇനിയിപ്പോ ചുക്കാൻ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ദിലീപ് പാവമാണ്, മറ്റതാണ് മറിച്ചതാണ് ഇവിടെ പണത്തിന്റെ കൊഴുപ്പാണ് നടക്കുന്നത്. ഈ പറയുന്ന ഈ നടിയെ മാത്രമല്ല പലരെയും ഇവർ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഈ നടി 5-6 ഇവൻ തന്നെ 5 പേരെ ഇതുപോലെ പീഡിപ്പിച്ചിട്ടെന്ന് പറയാം. വേറെ ഇവനെ അല്ല നോക്കിയിരുന്നത്, വേറെ ഒരുത്തിനെയാണ് നോക്കി. അവനെ കിട്ടാത്തത് കൊണ്ടാണ് ഇവർ നോക്കി. അപ്പൊ നിരന്തരം ഈ പറയുന്ന മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന നടിമാരെ ഇതുപോലെ ക്രൂരമായിട്ട് ഇത് പീഡിപ്പിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന കുറെ നടന്മാരെന്ന് പറയുന്ന കുറെ പേര്, സോക്കോൾഡ് എന്നീ പറയുന്ന സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന കുറെ പേര് ഇത് ചെയ്യുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.